ഹരിത കേരളം നേർത്തടാധിഷ്ഠിത വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച തൃക്കരിപ്പൂർ കൊയോങ്കരയിലെ ആലപ്പള്ളിക്കുളം നാടിന് സമർപ്പിച്ചു. 36.5 ലക്ഷം രൂപ ചെലവിലാണ് കുളത്തിന്റെ പുനരുദ്ധാരണ പ്രവൃത്തികൾ പൂർത്തീകരിച്ചത്. This news sponsored by Jyoti Institute of Medical Technology, Nityananda Building, Main Road, കാഞ്ഞങ്ങാട്. കൃഷി ആവശ്യത്തിനുള്ള ജലസേചനത്തിനും ജനങ്ങൾക്കുള്ള വിനോദത്തിനും ഉപകരിക്കും വിധം ആകർഷകമായാണ് കുളം നവീകരിച്ചിരിക്കുന്നത്. നാട്ടുകാർക്ക് പൊതുയിടമായി ഉപയോഗിക്കാൻ കഴിയുന്ന വിധത്തിലാണ് കുളവും പരിസരവും നിർമ്മിച്ചിട്ടുള്ളത്. പഴയ കുളത്തിലെ മാലിന്യവും ചെളിയും നീക്കം ചെയ്ത് ആഴവും വർദ്ധിപ്പിച്ചു. അടിഭാഗം കരിങ്കല്ല് പാകിയും കോൺക്രീറ്റ് ബെൽറ്റ് നിർമ്മിച്ചും പുറംഭാഗം ചെങ്കല്ല് ഉപയോഗിച്ചുമാണ് കുളത്തിന്റെ പുനരുദ്ധാരണം പൂർത്തീകരിച്ചത്. കുളത്തിന്റെ 4 ഭാഗത്തും കൽപ്പടവുകളും ചുറ്റുമതിലും ടൈൽ വിരിച്ച് നടപ്പാതയും ഒരുക്കിയിട്ടുണ്ട്. പമ്പ് സെറ്റും പമ്പ് ഹൌസും സ്ഥാപിച്ച് സമീപത്തുള്ള കൃഷിയിടങ്ങളിലേക്ക് ജലസേചന സൗകര്യവും ഒരുക്കി. 52 ലക്ഷം രൂപയ്ക്കാണ് ഭരണാനുമതി ലഭിച്ചതെങ്കിലും 36 ലക്ഷം രൂപ ചെലവിലാണ് പ്രവൃത്തി പൂർത്തീകരിച്ചത്. മണ്ഡലം MLA M. രാജഗോപാലൻ നവീകരിച്ച കുളം നാടിന് സമർപ്പിച്ചു. പ്രകൃതി സൗഹൃദമായ ഒരു സമീപനം സ്വീകരിച്ചുകൊണ്ടാണ് ഗവൺമെന്റ് മുന്നോട്ടേക്ക് പോകുന്നത്. ആ പ്രകൃതി സൗഹൃദ നയത്തിന്റെ ഭാഗമായി, പരിസ്ഥിതി സംരക്ഷണ കാഴ്ചപ്പാടിന്റെ ഭാഗമായി ഓരോ പ്രദേശത്തുമുള്ള ജലസ്രോതസ്സുകൾ നിലനിർത്തുക എന്നുള്ളതും അതിനെ സംരക്ഷിക്കുക എന്നുള്ളതും അനിവാര്യമായിട്ടുള്ള കടമയായിട്ട് സർക്കാർ ഏറ്റെടുത്തു. അപ്പൊ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പല നദികളും വറ്റിപ്പോകുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. പല പുഴകളും മലിനപ്പെട്ട് കിടക്കുകയായിരുന്നു. ഒഴുക്ക് നിന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിലെല്ലാം ഇടപെടാനുള്ള ഒരു സംഘടനാ സംവിധാനത്തിന്, അതുകൂടി പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന ഒരു സംഘടനാ സംവിധാനത്തിന് കേരളം ഗവൺമെന്റ് രൂപം നൽകി. അതാണ് ഹരിത കേരള മിഷൻ. അപ്പൊ ആ ഹരിത കേരള മിഷനുമായി ബന്ധപ്പെട്ട് ഓരോ തലങ്ങളിലും ഓരോ മേഖലകളിലും ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്താൻ അല്ലെങ്കിൽ വളരെ കൃത്യമായി അത് ഉറപ്പുവരുത്താൻ സഹായകമായ എല്ലാ ശാഖകളിലേക്കും പ്രവേശിച്ചു. ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ അധ്യക്ഷനായി. വാർഡ് മെമ്പർ സീതാ ഗണേശൻ സ്വാഗതം പറഞ്ഞു. ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ലാലി ജോർജ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. നിശ്ചിത കാലയളവിനുള്ളിൽ തന്നെ പ്രവൃത്തി പൂർത്തീകരിച്ച കരാറുകാരൻ ബഷീറിനെയും മറ്റുദ്യോഗസ്ഥരെയും ഉപഹാരം നൽകി അനുമോദിച്ചു. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷംസുദ്ദീൻ IT, നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം C. ചന്ദ്രമതി, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, പാടശേഖര സമിതി ഭാരവാഹികൾ, നിർവഹണ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പരിപാടിയിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.